നമസ്കാരം. വീണ്ടും മണി പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നത് എനിക്ക് വളരെ സന്തോഷം. ഞായറാഴ്ച നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ദിവസമാണ്. നിങ്ങളെ ചോദ്യങ്ങളൊക്കെ വിഷ്ണു ചോദിക്കും. ഞാൻ ഉത്തരം പറയാം. നമസ്കാരം സർ. സർ ആദ്യം HDFC ബാങ്ക്. ഈ ബാങ്കിൽ എന്തുകൊണ്ടാണ് സർ എന്ത് നടക്കുന്നു സർ ആക്ച്വലായിട്ട്? പോയ ആഴ്ച സാർ ഇതിന് എക്സ്പ്ലനേഷൻ കൊടുത്തായിരുന്നു. ബട്ട് അതിനുശേഷം ഇതിന് ഒരുപാട് കാര്യങ്ങൾ വന്നിരിക്കുന്നു. വന്നിരിക്കുന്നു. എന്തെന്ന് വെച്ചാൽ ഈ അദാനു ചക്രവർത്തിക്കും ശശി തരൂരിനും ബോക്സിംഗ് മാച്ചാണ്. ബാങ്കിനെ നടത്തണമെന്ന് ആദ്യമൊക്കെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ വന്നിട്ട് ഒരേ പോസ്റ്റായിരുന്നു. RBI വന്നിട്ട് ചെയർമാനെ പാർട്ട് ടൈം ആക്കി, മാനേജിംഗ് ഡയറക്ടറിനെ ഫുൾ ടൈം പോസ്റ്റ് ആക്കിയിരിക്കുന്നു. മാനേജിംഗ് ഡയറക്ടർ തന്നെ ബാങ്കിനെ നടത്തും. ചക്രവർത്തി സൂപ്പർവൈസ് ചെയ്യണം. എല്ലാത്തിനെയും ഒന്ന് ശരിയായിരിക്കുന്നതെന്ന് നോക്കിയാൽ മാത്രം മതി. ടുഡേ ഓപ്പറേഷനിൽ അവർ ഇറങ്ങിയായിരുന്നു, പിന്നെ സ്റ്റോപ്പ് ചെയ്തു. ഇതൊരു ടേമിന് 3 years ഇൻക്രീസ് ചെയ്യാൻ സമ്മതിച്ചിരിക്കുന്നു. ചെയർമാനിന് ഇതിനെക്കുറിച്ച് ഇഷ്ടമില്ല. മോസ്റ്റ് ഓഫ് ദി ബോർഡും അവർക്ക് കൊടു എന്ന് പറയുമ്പോൾ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറയാൻ പറ്റില്ല. സർ ഇൻവെസ്റ്റർ ഞാൻ എന്ത് ചെയ്യാം ഇതിൽ? Big to fail. HDFC Bank is too big to fail. In long term, it's not been so inexpensive. ഒരു ചാൻസ് നമുക്ക് എടുക്കാമോ സർ, അത് ഇതൊരു വലിയൊരു ചാൻസ്. ഇത് വന്നിട്ട് IDFCന്റെ CEO വൈദ്യനാഥൻ റിവ്യൂ കൊടുത്തിരിക്കുന്നു. 90+ crore ഫ്രോഡ് എന്നത് ലൈ കൊലീഷൻ 2 പേരുടെ ഇടയ്ക്ക് 2 ഗ്രൂപ്പിന് ഇടയ്ക്ക് നടന്ന കാര്യം പോലെയാണ് പറയുന്നു. ആ 590 crores ഞങ്ങൾ Q4 അക്യുമുലേറ്റ് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് വൺ ഓഫ് ദി ഓപ്പറേഷണൽ ലാബ്സ് എന്ന് നോക്കാമോ? വേറെ ഇതിൽ ഡീപ്പർ ഗവർണൻസ് പ്രോബ്ലം ഇരിക്കുന്നു എന്ന് നോക്കാമോ? ഇന്നലെ കോട്ടക് മഹേന്ദ്രയിലും ഇത് തന്നെ നടന്നു. ഓക്കെ സർ, അടുത്തത് ഞാൻ ഇതിൽ തന്നെ വരുന്നു. ഒന്നൊന്നായിട്ട് ഹരിയാന ഗവൺമെന്റിൽ നടക്കുന്നു. ഹരിയാന ഗവൺമെന്റിൽ ഫ്രോഡ് നടന്നിരിക്കുന്നത് നോക്കണം. ഹരിയാന ഗവൺമെന്റ് അക്കൗണ്ടിൽ ഫ്രോഡ് നടന്നിരിക്കുന്നു. അപ്പോൾ ഹരിയാന ഗവൺമെന്റ് ഇരിക്കുന്ന IAS ഓഫീസർ കംപ്രസ്ഡ് മീഡിയ ഇതിനെ ഒരു ബാങ്കിന്റെ പ്രോബ്ലമായിട്ടാണ് പ്രൊജക്റ്റ് ചെയ്യുന്നു. ഇത് തെറ്റാണ്. ഓഫീസർ പ്രഷറൈസ് ചെയ്തതെന്ന് ഈ എംപ്ലോയ് ചെയ്തത് ശരിയെന്ന് പറയുന്നില്ല. പക്ഷേ IAS ഓഫീസർ ചെയ്തത് റൈറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? പ്രൈവറ്റ് സെക്ടർ ബാങ്കിൽ വർക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്കറിയാം ഹോസ്പിറ്റലിന് എത്രയും പ്രഷർ ഇരിക്കുമെന്ന്. 1000 കോടി പ്രഷർ കൊടുക്കുന്ന സമയം നടക്കേണ്ടത് നടന്നു തന്നെ തീരും. 2-3 എംപ്ലോയി വീക്കായിരിക്കും. പ്രഷർ കൊടുത്തിരിക്കുന്നവർക്ക് സോഴ്സ് പ്രകാരം IDFC റിക്കവറായി വരും. ഇപ്പൊ ഇതേ പ്രശ്നം വന്നിട്ട് കോട്ടക് ബാങ്കിൽ വന്നിരിക്കുന്നു. The problem, IDFC or Kotak Bank lies in Haryana government. ഇതിന്റെ ചോദ്യം എങ്ങനെയെന്ന് വെച്ചാൽ IDFC എന്ന് പറയുന്നതിന്റെ പ്രശ്നം വേറെ, ബാങ്കിലും ഒരു പ്രശ്നം അത് വേറെ. ബാങ്ക് മാത്രമാ ഇല്ലെങ്കിൽ ഇതിനൊപ്പം 2-3 ബാങ്കും കൂടെ ചേർന്നിരിക്കുമോ എന്നൊരു സംശയം വരുന്നു. ഓവറാൾ ബാങ്കിങ് അങ്ങനെ ആ ഗവർണൻസിലും ഒരു സംശയം വരുന്നു. ഇങ്ങനെ ബാങ്കിങ്ങിനെ ബ്ലെയിം ചെയ്യാനും ഇത് തന്നെ ഷെയർ വാങ്ങിയിരിക്കുന്നു. ഒരു സിംഗും സുഷമ സ്വരാജും ഒരു സ്ഥലത്തിൽ ഡിബേറ്റ് ചെയ്യും. ആ കാലങ്ങളിൽ കാരവൻ പോകും. അതായത് നോർത്തിലിരുന്ന് ഇറാൻ വരയ്ക്കും ഒട്ടകത്തിൽ കാരവൻ പോകും. പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി എക്സ്പോർട്ട് ചെയ്യും. പേര് കാഫില എന്നാണ്. ആ കാരവൻ്റെ പേര് കാഫില. നല്ല ലോഡ് ചെയ്യും, പിന്നെ ആളയക്കും കൂടെ. ഈ പ്രശ്നങ്ങളൊക്കെ നടത്താൻ അതിന് സ്റ്റോപ്പ് ചെയ്ത് വെള്ളം വയ്ക്കാൻ വേണ്ടി ആളൊക്കെ അയക്കും. അതിനെ രക്ഷിക്കുമെന്ന് വിശ്വസിച്ച് നമ്മൾ അയക്കുന്നു. അതിനെ റൈഡ് ചെയ്യുവാണെങ്കിൽ, അതായത് കാക്കുന്ന ആൾക്കാർ റൈഡ് എടുക്കുവാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബോഡി ഗാർഡിനെ വിളിച്ച് കൂടെ അയക്കുന്നു. ബോഡി ഗാർഡ് തന്നെ കൊള്ള അടിക്കുവാണെങ്കിൽ എന്ത് ചെയ്യും? ലോക്കൽ പ്രതിനിധിയായിട്ട് ഒരു IAS ഓഫീസർ സർവൻറ്റ് ഇറക്കുകയാണെങ്കിൽ കൊള്ള അടിച്ചുകൊണ്ട് മറ്റാൾക്കാരെ ബ്ലെയിം ചെയ്യുവാണെങ്കിൽ അത് എന്താണ് യൂസ്? ഓക്കെ സർ, ഫൈൻ. ആസ് എ ഇൻവെസ്റ്റർ ആയിട്ട് ഇതിനെ കുറിച്ച് പാനിക് ആവണ്ടാമെന്ന് മനസ്സിലാക്കാമോ സർ? എനിക്കില്ല. അടുത്തത് വന്നിട്ട് ഇന്ത്യൻ ഫാർമ പ്ലേയേഴ്സ് ഒരുപാട് ആൾക്കാർ ഈ ഗ്ലൂട്ടൈഡിന്റെ ജനറിക്കിൽ അകത്ത് വന്നിരിക്കുന്നു. ഫാർമ, ഡോക്ടർ റെഡ്ഡി, ഐഡസ് ലൈഫ് സയൻസസ്, നാക്കോ ഇതിനും ഒരു ബെറ്റ് വന്ന് ഞങ്ങൾ ആക്ച്വലായിട്ട് വച്ചിരിക്കുന്നു. ദിവസത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ആ സമയം എത്തിയെന്ന് മനസ്സിലാക്കാമോ സർ? നമുക്ക് എന്ത് പ്രോഫിറ്റ് നിന്ന് നോക്കാൻ സ്റ്റാർട്ട് ചെയ്യാമോ? അല്ല, തുടങ്ങിയിരിക്കുന്നു. ഇനി ഒരു 3-4 വർഷം എടുക്കും. ഇറ്റ് ഈസ് സെപ്പറേറ്റ് ഫ്രം 4 to 4-5 years. ഇന്നും ഒരു 4-5 വർഷം നിങ്ങൾ പറയുന്നു ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട്. ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ആയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം അല്ലേ സർ? സ്റ്റാർട്ട് ആയിരിക്കുന്നു. ഇപ്പം തന്നെ ഓടാൻ തുടങ്ങിയിരിക്കുന്നു. ഓടുന്നത് 26 മൈൽ ആൻഡ് 385 ആഡ്സ്. കൊച്ചു ജനിച്ചില്ലെങ്കിൽ അരസമരത്തെ ചുറ്റാൻ പറയും. അരസമരത്തിന് ചുറ്റി വന്ന് വയറ്റ് തടവിയതും കൊച്ചു ജനിക്കത്തില്ല, 10 മാസം എടുക്കും. ഇപ്പോൾ ഗോൾഡ് ETF-ൽ ലോങ് ടേമിന് വാങ്ങണമെന്ന് തീരുമാനിക്കുന്ന ആൾക്കാർ അത് ഇരിക്കുന്നതാണ് ബെറ്റർ. ഇപ്പോൾ എന്തെന്ന് വെച്ചാൽ 50% ക്യാഷ്, 50% ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ് എന്ന് വന്നു. ടർക്ക ചെയ്യുന്നു എന്ന് നോക്കി നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് കഷ്ടം. അകത്ത് ചെന്നു എത്രയാണ് ഗോൾഡ് വച്ചിരിക്കുന്നു,
ഗോൾഡാണ് ഫ്യൂച്ചേഴ്സ് വച്ചിരിക്കുന്നതെന്ന് നോക്കണം. 1 ഏപ്രിലിരുന്ന് ഗോൾഡ് ഫ്യൂച്ചേഴ്സ് 50% വച്ചിരിക്കാം എന്ന് പറയുന്നു. അത് വളരെ ഡേഞ്ചറാണ്. കാശ് കൊടുക്കുന്നു, നീ ഗോൾഡിനെ വാങ്ങി വൈ എന്നതാണ് കറക്റ്റ്. ഇതിനെ വാങ്ങരുത് എന്നതിന് 50% ഗോൾഡ് 50% ഗോൾഡ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നു. അല്ല, ഫ്യൂച്ചേഴ്സ് ഇരിക്കുവാണെങ്കിൽ ഒരുപാട് ട്രാക്കിംഗ് വരാണ്ട പോസിബിലിറ്റീസ് ഉണ്ട്. ETF റിസ്ക് തന്നെ അല്ലേ സർ ഗോൾഡിനെ പുറത്ത് മറ്റിൽ പറയുന്നു ഒരു കാര്യം, എന്റെ അണ്ടർസ്റ്റാൻഡിങ് മാത്രം കറക്റ്റ് ആണെന്ന് പറയുവാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും സർ. ഗോൾഡ് ETF വാങ്ങുമെങ്കിൽ അതിന് ഈക്വലായിട്ട് ഒരു ഗോൾഡ് വാങ്ങി വെക്കണം. അതായത് ഇത്രയും ദിവസം ഇനി എന്ത് നടക്കേണ്ട ചാൻസസ് ഉണ്ടെന്ന് വെച്ചാൽ 50% ഗോൾഡും 50% ഫ്യൂച്ചേഴ്സും വിട്ടുവെക്കണം. റിസ്ക് ആവാൻ ഒരുപാട് ചാൻസസ് ഉണ്ട്. കാരണം വളരെ റിസ്ക് ആണ്. ആണെങ്കിൽ കൂടെ ഗോൾഡ് ETF ഇസ് മോർ വൊലറ്റൈൽ ദാൻ. ഞാനായിരിക്കുവാണെങ്കിൽ ഒരു 1 ലക്ഷം ഷെയർ വേണമെങ്കിൽ ഉടനെ അതിനെ വിറ്റ് ഗോൾഡിന് പോകുന്നത് ബെറ്റർ. ഇപ്പൊ ഗോൾഡിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഒരു 18% മുളിഞ്ഞിരിക്കുന്നു, ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു സർ. ഇതൊക്കെ വിഷമിക്കുകയും ചെയ്യരുത്. നിങ്ങൾ ഒരെണ്ണം മുകളിലല്ലേ ഇരിക്കുന്നു. അതെ സർ, ഇന്ന് ഓടിപ്പോണതാണ് കൊള്ളാം. ഈ ബാങ്കും ഈ ലോൺ ടു വാല്യൂവിന് വളരെ ടൈറ്റൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റൂല. ഈ ലിമിറ്റിൽ ചെന്ന് നീ വാങ്ങിയത് അത് നിന്റെ തെറ്റാണ്. 1000 രൂപയ്ക്ക് വാങ്ങിയവർക്ക് 10,000-ന്റെ മുകളിൽ ചെയ്തു കൊടുത്തായി. പ്രളയപ്പെട്ട് പേരാശപ്പെടുവാണെങ്കിൽ നഷ്ടം തന്നെ എത്തും. അതെ സർ, എന്ത് ചോദ്യം എന്ന് വെച്ചാൽ ബസ് നിങ്ങൾ 3.6 ഇരുന്നു, അന്ന് തന്നെ കറക്റ്റ് 10 പോകുമെന്ന് പറഞ്ഞു. 3 വരയ്ക്കും കൊണ്ടുവിട്ടു. പ്രളയപ്പെട്ട് ഗോൾഡിനെ വെച്ച് ലോൺ വാങ്ങിയോണ്ട് കാരണം എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. 13,000 ഒരുത്തിന് 5,000 രൂപ ലോൺ വാങ്ങിയെങ്കിൽ ഇരിക്കും ഗോൾഡ്. 3,000 രൂപയ്ക്ക് 10,000 രൂപയ്ക്ക് വാങ്ങിയോണ്ട് വിഷമിക്കുവാണെങ്കിൽ ഇങ്ങനെ തന്നെ ഇരിക്കും. ഗോൾഡിന് പുറത്തെ മുട്ടിൽ ഞാൻ കൊണ്ടുചെന്ന് പ്ലെഡ് ചെയ്യുമ്പോൾ ഒരു റേറ്റ് ഉണ്ടായിരുന്നു. ഈ പ്ലെഡ് ചെയ്യാതെ എന്ന് പറയും. ഇത് ചെയ്തപ്പം ഒരുപാട് റേറ്റ് ഉണ്ടായിരുന്നു, കുറഞ്ഞിരിക്കുന്നു. മോർ ജ്വല്ലറി വൈ സ്റ്റോപ്പ് അപ്പ് ചെയ്യും. അതാണ് ചോദ്യം. എന്തെന്ന് വെച്ചാൽ റീപേ ചെയ്യുമെന്ന് പറഞ്ഞു പ്രഷർ ചെയ്യും. നമ്മളെ സ്വർണത്തിന് വിൽക്കണം എന്ന സിറ്റുവേഷൻ തള്ളാൻ പടുമോ സാർ? അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വേറെ എവിടെയെങ്കിലും ഗോൾഡിനെ വെച്ച് ഇതിനെ നീ വെളിയിലെടുക്കണം. പോലത്തെ കാര്യങ്ങൾ നടക്കുവാണെങ്കിൽ ഈ മണപ്പുറം, മുത്തൂറ്റ് പോലത്തെ കമ്പനീസിൽ എങ്ങനെയാണ് ഇമ്പാക്ട് ഇരിക്കും? അതെന്ത് പറ്റി? അവൻ പ്രോഫിറ്റബിൾ ആയിട്ട് വിറ്റുകൊണ്ട് പോകും. ഇപ്പം എന്നിട്ട് ഗോൾഡ് റീസൈക്ലിംഗ് പ്ലാന്റ് വരെ തുറന്നു വെച്ചിരിക്കുന്നു. അങ്ങനെ നോക്കിയാലും കാശാണ്. അപ്പോൾ അത് വിൽക്കുവാണെങ്കിൽ അവർ റീസൈക്കിൾ ചെയ്ത് പ്യുവർ ഗോൾഡ് വെച്ച് വരെ ഹാപ്പി ആയിട്ടിരിക്കും അവർ. ഓക്കെ സർ, ഫൈൻ. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. പറ്റുന്ന ഈ വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവരെ നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.